പ്രിയപ്പെട്ടവരെ, വീടും മനസ്സും വൃത്തിയായിരിക്കാൻ ചാണക്യന്റെ ചിന്തകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട 7 ജീവിതശീലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ചില വീടുകളിൽ കയറുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം തോന്നും, അല്ലേ? അത് വീട് വലുതായത് കൊണ്ടോ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉള്ളത് കൊണ്ടോ ആവില്ല, മറിച്ച് അവിടെ ഒരു വൃത്തിയും ക്രമവും സമാധാനവും ഉണ്ടാകും. അതേസമയം ചില വീടുകളിൽ എല്ലാം ഉണ്ടായിട്ടും എന്തോ ഒരു അസ്വസ്ഥത തോന്നും. സാധനങ്ങൾ ഇവിടെ, വസ്ത്രങ്ങൾ അവിടെ, കഴിച്ച പാത്രങ്ങൾ കഴുകാതെ കിടക്കുന്നു, ചെയ്യാനുള്ള ജോലികൾ കുന്നുകൂടി കിടക്കുന്നു. അങ്ങനെയുള്ള വീട്ടിൽ താമസിക്കുന്നവരുടെ മനസ്സും പലപ്പോഴും അങ്ങനെ തന്നെ അലങ്കോലമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ ചിലർ പറയും, വീടിന്റെ വൃത്തിയും മനസ്സും തമ്മിൽ എന്തു ബന്ധമാണ്? ബന്ധമുണ്ട്. നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷം നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് പുരാതന ചിന്തകരും ജീവിതത്തിൽ അച്ചടക്കത്തിനും ശുചിത്വത്തിനും വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ചാണക്യന്റെ ചിന്തകളിലും ഈ ആശയം പല രൂപത്തിൽ കാണാം. ഇന്ന് അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട 7 ജീവിതശീലങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ കാണും. കാരണം അവസാനത്തെ ശീലം പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ്. പക്ഷേ അതാണ് ബാക്കി 6 ശീലങ്ങളും ജീവിതത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നത്. ഏതൊക്കെയാണ് ആ ശീലങ്ങൾ? നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, എല്ലാ ദിവസവും കുറച്ച് സമയം വീട് വൃത്തിയാക്കാൻ വേണ്ടി മാറ്റിവെക്കുക. ഇത് കേൾക്കുമ്പോൾ ചിലർ ചിന്തിക്കും, ഇതാണോ ഇത്ര വലിയ കാര്യം? അതെ, കാരണം വൃത്തിയാക്കൽ എന്നത് വെറും പൊടി തുടക്കൽ മാത്രമല്ല, അതൊരു ജീവിത ശീലമാക്കി മാറ്റണം. ഒരു ചെറിയ ഉദാഹരണം പറയാം. 2 വിദ്യാർത്ഥികളുണ്ട്. ഒരാളുടെ പഠനമേശ എപ്പോഴും വൃത്തിയാണ്, പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു, പേന എവിടെയാണെന്ന് അവർക്കറിയാം, നോട്ട് ബുക്ക് എവിടെയാണെന്ന് അവർക്കറിയാം. അങ്ങനെ മൊത്തത്തിൽ ഒരടുക്കും ചിട്ടയുമുള്ള ഒരു മേശ. മറ്റൊരു വിദ്യാർത്ഥി മേശ നോക്കിയാൽ പുസ്തകങ്ങളും പേപ്പറുകളും കുറെ വയറുകളും കുപ്പികളും എല്ലാം കൂട്ടിക്കലർത്തി വെച്ചിരിക്കുന്നൊരവസ്ഥ. പഠിക്കാനിരിക്കുമ്പോൾ ആദ്യം വേണ്ട പുസ്തകം അന്വേഷിക്കണം. ഇരുവരും ഒരുപോലെ ബുദ്ധിയുള്ളവരാണെങ്കിലും ആരാണ് കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാൻ സാധ്യത? ഒന്ന് ആലോചിച്ചു നോക്കൂ. മിക്കവാറും ആദ്യത്തെ വിദ്യാർത്ഥിയായിരിക്കും, അല്ലെ? കാരണം അലങ്കോലമായ അന്തരീക്ഷം നമ്മുടെ ശ്രദ്ധയെ പല ഭാഗത്തേക്ക് വലിച്ചു കൊണ്ടുപോകും. ഇത് വെറും അഭിപ്രായമല്ല. മനഃശാസ്ത്രത്തിൽ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്. ചുറ്റും അനാവശ്യമായി പല വസ്തുക്കളും കിടക്കുമ്പോൾ തലച്ചോറിന് കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയം ശ്രദ്ധിക്കേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നാം. അതുകൊണ്ടാണ് പലർക്കും മുറി വൃത്തിയാക്കിയ ശേഷം ഒരു ആശ്വാസം തോന്നുന്നത്. ഇനി ഒരു വീട്ടമ്മയുടെ ഉദാഹരണം നോക്കാം. നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റുടൻ കിടക്ക ഒതുക്കി അടുക്കള വൃത്തിയാക്കി വീടൊന്ന് അടിച്ചു വാരിയാൽ ഇന്നത്തെ ദിവസം നല്ലൊരു തുടക്കമായി എന്നുള്ളൊരു തോന്നൽ വരും. നിങ്ങൾക്കുണ്ടാവാറില്ലേ? ആ തോന്നൽ തന്നെ ആ ദിവസത്തെ മറ്റു ജോലികളിലേക്കുള്ള ഉത്സാഹം കൂട്ടും. അതുകൊണ്ട് ദിവസവും മണിക്കൂറുകളോളം വൃത്തിയാക്കണമെന്നല്ല പറയുന്നത്. വെറും 15 മിനിറ്റ് മതി. നമ്മുടെ കിടക്കയൊന്ന് ഒതുക്കി വെക്കുക. ഉപയോഗിച്ച വസ്തുക്കൾ ഉപയോഗം കഴിഞ്ഞാൽ പഴയ സ്ഥലത്തേക്ക് തന്നെ വെക്കുക. നമ്മൾ കഴിച്ച പാത്രം കഴിയുന്നത്ര വേഗം കഴുകി വെക്കുക. മാലിന്യം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. ചെറിയ ശീലങ്ങൾ, അത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒരു പഴമൊഴിയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, പലതുള്ളി പെരുവെള്ളം, അല്ലെ? അതുപോലെ ദിവസവും ചെയ്യുന്ന ചെറിയ വൃത്തിയാക്കലുകൾ ചേർന്നാണ് വൃത്തിയുള്ള ഒരു അടുക്കും ചിട്ടയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത്, നമ്മുടെ വീട്ടില് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുന്നുകൂട്ടരുത്. നമുക്കൊക്കെ ഒരു പതിവുണ്ട്, പല സാധനങ്ങളും അനാവശ്യമായിട്ട് നമ്മുടെ വീട്ടിൽ അവിടെ ഇവിടെയായിട്ട് കിടക്കുന്നുണ്ടാവും. പക്ഷേ അതൊന്നും എടുത്തു കളയാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവില്ല. ഇതൊക്കെ പിന്നീട് ആവശ്യം വരും, അല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ അത് ആവശ്യം വരും. അപ്പൊ അത് കളയണ്ട, ഒരിക്കൽ ഉപകാരപ്പെട്ടാലോ. അങ്ങനെ വർഷങ്ങളോളം ഉപയോഗിക്കാത്ത സാധനങ്ങൾ നമ്മുടെ അലമാരയിലും സ്റ്റോർ റൂമിലും മുകളിലത്തെ തട്ടിലും ഒക്കെ അങ്ങനെ കെട്ടിക്കിടക്കും, അല്ലെ?
നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 5 വർഷമായി നിങ്ങൾ തുറന്നുപോലും നോക്കാത്ത ഒരു പെട്ടി വീട്ടിലുണ്ടെങ്കിൽ അതിനുള്ളിലെ സാധനങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുണ്ടോ? പലപ്പോഴും ഉത്തരമില്ല എന്നായിരിക്കും. ഒരു കുടുംബത്തിന്റെ ചെറിയൊരു കഥ പറയാം. ഒരു അച്ഛൻ എല്ലാ പഴയ സാധനങ്ങളും സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. പഴയ മൊബൈല്, തകരാറായ മിക്സി, പൊട്ടിയ കസേര, ഉപയോഗിക്കാത്ത കളിപ്പാട്ടങ്ങൾ, അങ്ങനെ ഒന്നും കളയില്ല. ഒരു ദിവസം വീട്ടിൽ പെയിന്റിങ് ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് കുടുംബം ആ സാധനങ്ങളെല്ലാം പുറത്തെടുത്തത്. പകുതിയിലധികം സാധനങ്ങളും വർഷങ്ങളായി ആരും തൊട്ടിട്ടില്ലെന്ന് മനസ്സിലായി. അപ്പൊ അവരെന്ത് ചെയ്തു? അതില് ഉപയോഗിക്കാൻ പറ്റുന്നത് മറ്റുള്ളവർക്ക് നൽകി. ബാക്കി എന്ത് ചെയ്തു? റീസൈക്കിൾ ചെയ്തു. അതിനുശേഷം വീട്ടിൽ നല്ലൊരു വിശാലത തോന്നി. അവരുടെ മകൾ പറഞ്ഞൊരു വാക്ക് വളരെ മനോഹരമായിരുന്നു. വീട് വലുതായത് കൊണ്ടല്ല, സാധനങ്ങൾ കുറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ വലുതായി തോന്നുന്നത് എന്ന്. ഇത് ജീവിതത്തിനും ബാധകമാണ്. നമ്മൾ വസ്തുക്കൾ മാത്രമല്ല, വിഷമങ്ങളും മനസ്സിൽ സൂക്ഷിക്കും. 10 വർഷം മുമ്പ് ആരോ പറഞ്ഞൊരു വാക്ക്, ആരെങ്കിലും ചെയ്തൊരു തെറ്റ്, ഒരു പഴയ വഴക്ക്, ഇതൊക്കെ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരുന്നാൽ മനസ്സിൽ പുതിയ സന്തോഷങ്ങൾക്ക് സ്ഥലം കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് വീട്ടിലെ മാലിന്യങ്ങൾ മാത്രമല്ല, മനസ്സിലെ അനാവശ്യ ഭാരങ്ങളും ഇടയ്ക്കിടെ ഒഴിവാക്കണം. ഓരോ മാസവും ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുക്കുക. ആ ദിവസം വീട്ടിലെ അലമാര തുറക്കുക. കഴിഞ്ഞ 1 വർഷമായിട്ട് ഉപയോഗിക്കാത്ത സാധനങ്ങൾ വേർതിരിച്ചു വെക്കുക. ഉപയോഗിക്കാവുന്നവ ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. നമ്മൾ വസ്തുക്കൾ വിട്ടുകൊടുക്കുമ്പോൾ ദാരിദ്ര്യം ഇങ്ങോട്ട് വരികയല്ല. അനാവശ്യമായ ഭാരങ്ങൾ വിട്ടുകളയുമ്പോൾ മനസ്സിന് വലിയൊരു സ്വാതന്ത്ര്യമാണ് ലഭിക്കുന്നത്. അപ്പോ ഇതുവരെ നമ്മൾ കണ്ടത്, വീട് ദിവസവും കുറച്ച് സമയം വൃത്തിയാക്കണം. അതുപോലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വീട്ടിൽ കുന്നുകൂട്ടരുത്. ഇനി 3ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റുടനെ എന്താണ് ആദ്യം ചെയ്യുന്നത്? ചിലര് പറയുന്നുണ്ടാവും, ഫോൺ എടുക്കും, വാട്സാപ്പ് നോക്കും, ഫേസ്ബുക്ക് തുറക്കും, യൂട്യൂബ് ഷോർട്സ് സ്ക്രോൾ ചെയ്യും. 5 മിനിറ്റിന് വേണ്ടി ഫോൺ എടുത്തതറിയാതെ 1/2 മണിക്കൂർ കടന്നു പോയതേ നമുക്കറിയില്ല. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? തിരക്ക്, ഓട്ടം തന്നെ. സമയം കിട്ടിയില്ല ഒന്നിനും, ഇന്നൊന്നും ശരിയായില്ല. ഇത് പല വീടുകളിലും ദിവസവും നടക്കുന്ന കാര്യമാണ്. നമുക്കൊരു വ്യക്തിയെ കുറിച്ച് നോക്കാം. അദ്ദേഹം രാവിലെ എഴുന്നേൽക്കും. പക്ഷെ ആദ്യം അദ്ദേഹം കിടന്ന കിടക്ക ഒതുക്കി വെക്കും, കുറച്ച് വെള്ളം കുടിക്കും, എന്നിട്ട് മുഖം കഴുകും, 10 മിനിറ്റ് ഒന്ന് നടക്കുകയോ ചെറിയ വ്യായാമോ ചെയ്യും. അതിനുശേഷം മാത്രമേ അയാൾ ഫോൺ നോക്കുന്നുള്ളൂ. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കൂട്ടര് രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കുകയും 1/2 മണിക്കൂർ, 1 മണിക്കൂർ, അങ്ങനെ 1.5 മണിക്കൂർ സമയം പോകുന്ന ആ വ്യക്തിയും, ഇരുവരും ഒരേ 24 മണിക്കൂറാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ദിവസത്തിന്റെ തുടക്കം വ്യത്യസ്തമായതുകൊണ്ട് മുഴുവൻ ദിവസവും വ്യത്യസ്തമാകുന്നു. അതുകൊണ്ടാണ് ഒരു ക്രമത്തിന് വലിയ വിലയുണ്ടെന്ന് പറയുന്നത്. ക്രമം എന്നത് കർശനമായ ഒരു നിയമമല്ല, ജീവിതം എളുപ്പമാക്കുന്ന ഒരു ശീലമാണ്. ഉദാഹരണത്തിന്, വീട്ടിൽ താക്കോൽ എപ്പോഴും ഒരേ സ്ഥലത്ത് വെക്കുക, മരുന്ന് ഒരു നിശ്ചിത സമയത്ത് കഴിക്കുക, വൈകുന്നേരം വന്നാൽ ഉപയോഗിച്ച വസ്തുക്കൾ അതാത് സ്ഥലത്ത് വെക്കുക. ഇങ്ങനെ ചെയ്താൽ ചെറിയ കാര്യങ്ങൾക്കായി സമയം കളയേണ്ടി വരില്ല. ഒരു ലളിതമായ ശാസ്ത്രീയ കാര്യം കൂടി പറയാം. നമ്മുടെ തലച്ചോർ ഓരോ ചെറിയ തീരുമാനത്തിനും ഊർജം ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് എന്ത് ധരിക്കണം, ആദ്യം എന്ത് ചെയ്യണം, താക്കോൽ എവിടെയാണ്, നമ്മുടെ ഫയൽ എവിടെയാണ്, ഇങ്ങനെ ചെറിയ ചെറിയ തീരുമാനങ്ങൾ കൂടുതലാകുമ്പോൾ വൈകുന്നേരത്തോടെ വലിയ ക്ഷീണം അനുഭവപ്പെടും. പക്ഷെ ഒരു ക്രമം ഇതിനെല്ലാം ഉണ്ടെങ്കിൽ ഈ തീരുമാനങ്ങൾ കുറയും. അതുകൊണ്ട് തന്നെ പല വിജയികളുടെയും ജീവിതത്തിൽ ഒരു ദിനചര്യ കാണാൻ സാധിക്കും. അവർക്ക് സമയം കൂടുതലുള്ളത് കൊണ്ടാണോ? അല്ല, സമയം പാഴാക്കാത്തത് കൊണ്ടാണ്. നിങ്ങളും ഇന്നൊരു ചെറിയ മാറ്റം തുടങ്ങണം. നാളെ രാവിലെ എഴുന്നേറ്റാൽ ആദ്യ 10 മിനിറ്റ് ഫോൺ നോക്കാതെ ഇരിക്കുക. 1 ആഴ്ച കഴിഞ്ഞ് തന്നെ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടും. 4ാമതായി, മനസ്സിലെ മാലിന്യങ്ങൾ ഇടയ്ക്കിടെ വൃത്തിയാക്കുക എന്നതാണ്.
ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം. വീട് വൃത്തിയാക്കുന്നത് പോലെ മനസ്സും വൃത്തിയാക്കേണ്ടതില്ലേ? ഉണ്ടല്ലോ. കാരണം മനസ്സിലും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കും. പൊടിയല്ല, കോപം, അസൂയ, പഴയ വിഷമങ്ങൾ, ആരോ പറഞ്ഞു വേദനിപ്പിക്കുന്ന വാക്കുകൾ, നമ്മളെ ചതിച്ചവരുടെ ഓർമ്മകൾ, ഇതെല്ലാം മനസ്സിൽ വർഷങ്ങളോളം സൂക്ഷിക്കുന്നവരുണ്ട്. ഒരു ഉദാഹരണം നോക്കാം. രണ്ട് സുഹൃത്തുക്കള്. ഒരാൾ മറ്റൊരാളോട് ദേഷ്യപ്പെട്ടു. ആദ്യത്തെ ആളിന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കാര്യം മറന്നുപോയയാള്. പക്ഷേ രണ്ടാമത്തെ ആള് എല്ലാ ദിവസവും അത് ഓർത്തുകൊണ്ടേയിരിക്കുന്നു. ആർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്? ദേഷ്യം പിടിച്ചു നടന്ന ആളിനാണ്. കാരണം മറ്റേയാൾ തന്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയി. അയാള് പുതിയ കാര്യങ്ങളുമായി മൂവ് ഓൺ ആയി. പക്ഷേ ഇദ്ദേഹം പഴയ സംഭവം മനസ്സിൽ ചുമന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ചാക്കിൽ കല്ല് നിറച്ച് ദിവസവും നമ്മൾ ചുമക്കുന്നത് പോലെയാണത്. ആദ്യം ഭാരം തോന്നില്ല, പക്ഷേ ദിവസം കഴിയുന്തോറും നടക്കാൻ പോലും ബുദ്ധിമുട്ടാകും. മനസ്സിലെ ദേഷ്യവും അതുപോലെയാണ്. നമ്മൾ മറ്റൊരാളെ ശിക്ഷിക്കുകയാണെന്ന് കരുതും, പക്ഷേ യഥാർത്ഥത്തിൽ അത് ശിക്ഷിക്കപ്പെടുന്നത് നമ്മുടെ മനസ്സിനെയാണ്. അതുകൊണ്ട് ക്ഷമിക്കാൻ പഠിക്കണം. ക്ഷമിക്കുക എന്നത് അവർ ചെയ്തത് ശരിയാണെന്ന് പറയുന്നതല്ല, ആ സംഭവം നമ്മുടെ ജീവിതം മുഴുവൻ നിയന്ത്രിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു ദൃഢമായ തീരുമാനമാണ്. ഇനി മറ്റൊരു കാര്യം പറയാം. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ മതി, അയാള് പുതിയ കാർ വാങ്ങി, ഇയാള് പുതിയ വീട് വെച്ചു, മറ്റൊരാൾ വിദേശത്തേക്ക് പോയി. അപ്പൊ ചിലരിങ്ങനെ ചിന്തിക്കും, എനിക്ക് മാത്രം ഒന്നുമില്ല. ഇതാണ് താരതമ്യത്തിന്റെ അപകടം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ സന്തോഷം നോക്കി സ്വന്തം ജീവിതം അളക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലെ സമാധാനവും പതിയെ നഷ്ടപ്പെടും. പകരം ഇന്നലെ ഉണ്ടായിരുന്ന നിങ്ങളെ ഇന്നത്തെ നിങ്ങളുമായി താരതമ്യം ചെയ്യുക. ഇന്ന് നിങ്ങൾ ഒരു നല്ല ശീലം പഠിച്ചോ? ഒരു നല്ല പുസ്തകത്തിന്റെ ഒരു പേജ് വായിച്ചോ? ആരെങ്കിലും സഹായിച്ചോ? അതാണ് യഥാർത്ഥ വളർച്ച. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 2 മിനിറ്റ് കണ്ണടച്ച് സ്വയം ചോദിക്കൂ, ഇന്ന് ഞാൻ ആരോടെങ്കിലും അനാവശ്യമായി ദേഷ്യപ്പെട്ടോ? ആരെങ്കിലും വേദനിപ്പിച്ചോ? നാളെ ഞാൻ എന്ത് മാറ്റം വരുത്താം? ഈ ചെറിയ ശീലം മനസ്സിനെ കൂടുതൽ ശാന്തമാക്കാൻ സഹായിക്കും. ഇനി 5ാമത്തെയും 6ാമത്തെയും ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദിവസവും എന്തെങ്കിലും പുതിയത് പഠിക്കുക. ഒരു ചെറിയ ചോദ്യം. 2 ആളുകൾ ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. 2 പേർക്കും ഒരേ ശമ്പളം, ഒരേ പ്രായം. 5 വർഷം കഴിഞ്ഞപ്പോൾ ഒരാൾ വലിയ സ്ഥാനത്തെത്തി, മറ്റേയാളോ ഇപ്പോഴും പഴയ സ്ഥാനത്ത് തന്നെ. എന്തുകൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത്? പല കാരണങ്ങളുണ്ടാകാം, പക്ഷേ ഒരു പ്രധാന കാരണം ഇതാണ്. ആദ്യത്തെ ആള് പഠനം നിർത്തിയില്ല, മറ്റേയാള് പഠനം അവസാനിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ ചിലര് പറയും, പഠനം കഴിഞ്ഞു. യഥാർത്ഥത്തിൽ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. സ്കൂൾ പഠനം അവസാനിക്കും, കോളേജ് പഠനം അവസാനിക്കും, പക്ഷേ ജീവിത പഠനം അവസാനിപ്പിക്കരുത്. ഒരു കർഷകനെ നോക്കൂ, ഓരോ വർഷവും പുതിയ രീതികൾ പഠിക്കുന്നു. ഏത് വിത്താണ് നല്ലത്, എങ്ങനെ വെള്ളം ലാഭിക്കാം, എങ്ങനെ വളം കുറക്കാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിളവ് കൂടുന്നത്. അതുപോലെ ഒരു കടക്കാരൻ ഉപഭോക്താവിനെ എങ്ങനെ സംസാരിക്കണം, ഉപഭോക്താവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവരോട് എങ്ങനെ പെരുമാറണം, പുതിയ സാധനങ്ങൾ എന്തൊക്കെയാണ്, ഓൺലൈൻ പേയ്മെന്റ് എങ്ങനെ സ്വീകരിക്കാം, ഇതൊക്കെ പഠിക്കുന്നവരാണ് മുന്നേറുന്നത്. ഇത് വലിയ ഡിഗ്രി വേണമെന്നില്ല. ദിവസവും വെറും 15 മിനിറ്റ് മതി. ഒരു നല്ല പുസ്തകത്തിന്റെ 2 പേജ് വായിക്കാം, ഒരു നല്ല പ്രഭാഷണം കേൾക്കാം, ഒരു പുതിയ കഴിവ് പഠിക്കാം. ഇന്ന് പഠിച്ചൊരു ചെറിയ കാര്യം പോലും നാളെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. ഒരു പഴമൊഴിയുണ്ട്, അറിവുള്ളവന്റെ സമ്പത്ത് ആരും കവർന്നു കൊണ്ടുപോകില്ല എന്ന്. പണം നഷ്ടപ്പെടാം, വീട് നഷ്ടപ്പെടാം, പക്ഷേ അറിവ് നമ്മളോടൊപ്പം തന്നെ നിൽക്കും. അതുകൊണ്ട് ദിവസവും മനസ്സിനൊരു പുതിയ അറിവ് കൊടുക്കുക. ഇനി 6ാമതായി പറയാനുള്ളത്, നല്ല ആളുകളുടെ കൂടെ നടക്കുക. ഇത് കേൾക്കുമ്പോൾ ചിലര് പറയും, എന്റെ ജീവിതം എന്റെ തീരുമാനമാണ്. അതെ, പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാറുണ്ടെങ്കിലോ? ഒരു ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. 4 സുഹൃത്തുക്കൾ എല്ലാ വൈകുന്നേരം മദ്യപിക്കാൻ പോകുന്നു. അവരുടെ കൂടെ 5ാമത്തെ ആളും ദിവസവും പോകുന്നു. ആദ്യം അയാൾ വെറും സംസാരിക്കാൻ മാത്രം പോകും. കുറച്ചു ദിവസം കഴിഞ്ഞ് ഒരു ഗ്ലാസ്,
പിന്നെ അതൊരു ശീലമായി. ഇനി മറ്റൊരു കൂട്ടം 5 സുഹൃത്തുക്കള് എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകുന്നു. ഒരാൾ പുതിയതായി അവരുടെ കൂടെ ചേരുന്നു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അയാളും രാവിലെ എഴുന്നേൽക്കുന്ന ശീലം ഉണ്ടാകുന്നു. ഇതാണ് കൂട്ടുകെട്ടിന്റെ ശക്തി. ഒരു ചെടി നല്ല മണ്ണിൽ നട്ടാൽ നന്നായി വളരും. അതേ ചെടി കല്ലുകൾക്കിടയിൽ നട്ടാലോ വളരാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? മനുഷ്യരും അതുപോലെയാണ്. അതുകൊണ്ട് എപ്പോഴും സ്വയം ചോദിക്കുക, എന്റെ സുഹൃത്തുക്കൾ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണോ അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുന്നവരാണോ എന്നത്. എപ്പോഴും പരാതികൾ മാത്രം പറയുന്നവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിച്ചാൽ നമ്മളും അങ്ങനെ തന്നെ ചിന്തിക്കാൻ തുടങ്ങും. പക്ഷേ പ്രതീക്ഷയും പ്രചോദനവും നൽകുന്നവരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മളിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. നല്ല കൂട്ടുകെട്ട് എന്നത് പണക്കാരുടെ കൂട്ടമല്ല, നല്ല സ്വഭാവമുള്ള ആളുകളുടെ കൂട്ടമാണ്. ഇനി അവസാനത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ആത്മനിയന്ത്രണം. അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് തോന്നുന്നതെല്ലാം ഉടനെ ചെയ്യാതിരിക്കുക. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ദേഷ്യം വന്നു. ആ നിമിഷം തന്നെ തിരിച്ചടിച്ച് സംസാരിച്ചാൽ പ്രശ്നം വലിയതാവും. പക്ഷേ 5 മിനിറ്റ് മിണ്ടാതിരുന്നാൽ പലപ്പോഴും ആ ദേഷ്യം ഒന്ന് കുറഞ്ഞു കിട്ടും. അതാണ് ആത്മനിയന്ത്രണം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം, രാത്രി 10 മണിക്ക് ഉറങ്ങണമെന്ന് നമ്മളൊന്ന് തീരുമാനിച്ചു. പക്ഷെ ഫോൺ എടുത്തു, ഒരു വീഡിയോ, പിന്നെ മറ്റൊന്ന്, അങ്ങനെ സമയം 12 രാവിലെ എഴുന്നേൽക്കാൻ പറ്റിയില്ല. ദിവസം മുഴുവൻ ക്ഷീണം. ഇവിടെ പ്രശ്നം ഫോണാണോ? അല്ല, നമ്മുടെ നിയന്ത്രണക്കുറവാണ്, അല്ലെ? അപ്പോ പണം സമ്പാദിക്കുന്നതും ആത്മനിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണ്. കിട്ടുന്ന പണം മുഴുവൻ ചെലവാക്കിയാൽ മാസാവസാനം ബുദ്ധിമുട്ട് വരും. കുറച്ച് മാറ്റിവെച്ചാൽ ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടും. ഭക്ഷണത്തിലും ഇതേപോലെ തന്നെ. വിശപ്പില്ലെങ്കിലും കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. അമിതമായി മധുരം കഴിക്കുന്നത് പിന്നീട് രോഗങ്ങൾക്ക് കാരണമാകും. ചെറിയ ചെറിയ നിയന്ത്രണങ്ങളാണ് വലിയ ആരോഗ്യവും സമാധാനവും നൽകുന്നത്. ആത്മനിയന്ത്രണം ജന്മനാ കിട്ടുന്ന ഒരു കഴിവല്ല, പരിശീലിച്ചാൽ വളരുന്ന ഒരു ശീലമാണത്. ഇന്ന് 5 മിനിറ്റ്, നാളെ 10 മിനിറ്റ്, പതിയെ അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തീരും. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ കണ്ട 7 ജീവിതശീലങ്ങൾ വീണ്ടും ഒന്ന് ഓർത്തെടുക്കാം. ഒന്നാമതായി, വീട് ദിവസവും വൃത്തിയായി സൂക്ഷിക്കുക. രണ്ടാമതായി, ആവശ്യമില്ലാത്ത സാധനങ്ങൾ കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. അടുത്തത്, ജീവിതത്തിന് എപ്പോഴും ഒരു ക്രമം ഉണ്ടാക്കുക. മറ്റൊന്നാണ്, മനസ്സിലെ കോപവും അസൂയയും പഴയ വിഷമങ്ങളും വിട്ടുകളയുക. ദിവസവും എന്തെങ്കിലും പുതിയത് പഠിക്കുക. നല്ല ആളുകളുടെ കൂടെ നടക്കുക. ആത്മനിയന്ത്രണം വളർത്തുക. ഈ 7 കാര്യങ്ങൾ ഒരേ ദിവസം ചെയ്യാൻ ശ്രമിക്കേണ്ട. അങ്ങനെ ചെയ്താൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുത്തുപോകും. പകരം ഇന്നൊരു ശീലം മാത്രം തുടങ്ങുക. ഈ ആഴ്ച അത് തുടരുക. അടുത്ത ആഴ്ച മറ്റൊരു ശീലം കൂടി ചേർക്കുക. ചെറിയ മാറ്റങ്ങൾ ചേർന്നാൽ വലിയ ജീവിതം രൂപപ്പെടും. അവസാനമായി ഒരു കാര്യം കൂടി പറയട്ടെ, വൃത്തിയുള്ള വീട് കാണാൻ വരുന്നവർക്ക് സന്തോഷം നൽകും. എന്നാൽ വൃത്തിയുള്ള മനസ്സ് നിങ്ങളോടൊപ്പം ജീവിക്കുന്ന എല്ലാവർക്കും സന്തോഷം നൽകും. അതുകൊണ്ട് വീടും വൃത്തിയാക്കൂ, അതിലും കൂടുതൽ മനസ്സിനെ വൃത്തിയാക്കൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.